ഇങ്ങ് വാ, ഇങ്ങ് വാന്ന്. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അറിയാലോ, എനിക്ക് പേടിയാ. എന്ത് നമ്മള് ഈ തെരുവിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സഹോദരി സഹോദരന്മാരുടെ യഥാർത്ഥ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാനൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഇയാള് കോട്ടയം ജാഫർ ആണെങ്കിൽ എനിക്ക് എന്താ വേണം? കോട്ടയം ജാഫർ ആണെന്നാണോ ഞാൻ പറഞ്ഞത്? സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അനാഥരായിട്ട് നടക്കുന്ന ആൾക്കാരെ, എന്താ പറഞ്ഞേ? തെരുവിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് 3 നില വീടുണ്ട്. 3 നില വീട് തനിക്ക് അറിയാവോ? എന്റെ മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ടാലേ താൻ ഞെട്ടും. ഇവിടെ സ്വന്തമായിട്ട് 10-20 ട്രെയിനുള്ള ആളാണോ ഞാന്? ആണോ? എന്നാ വീട്ടുപേര്? റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അതിന്റെ മെറ്റൽ കൂന കിടന്നിട്ടാണ് ജാടൊക്കെ ഒരു കുറവ്. അവിടുന്ന് ആരും ഞങ്ങളെ പറഞ്ഞുവിടാനൊന്നും പോകുന്നില്ലല്ലോ. എടി എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറ. ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് വിട്ടേക്കാം. വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുക്കരുത്. അങ്ങനെ പറയില്ലേ? ഫോട്ടോ എടുക്കാണ് ഞാൻ കൊണ്ട് ഫോട്ടോ എടുക്കും ഞാൻ. എന്റെ അനുവാദം ഇല്ല. എന്റെ ഫോട്ടോ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഫോട്ടോ ഒക്കെ അടിപൊളിയാണ്, ഭാവമില്ല. വാവ വരത്തില്ല. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞല്ലോ, കുറെ നാളെ കഴിയണം വാവ പറഞ്ഞെങ്കിൽ. ഭാവയുടെ കേസല്ല ഞാൻ പറഞ്ഞത്, മുഖത്തൊരു ഭാവമില്ല. അതെന്തുവാ? അതിന് ഞാന് കുറച്ച് ടിപ്സ് തരാം. ഏതാ, ചീനിയാണോ ചക്കയാണോ? എന്ത് ചിപ്സ് തരാന്ന് പറഞ്ഞു? ചിപ്സ് അല്ലെന്ന് ടിപ്സ് പറഞ്ഞു തരാം, ഐഡിയ. സൗകര്യം വാ. എന്നെ തൊടരുത്, ഞാൻ കൈവിട്ടു. ഞാൻ ആ ടിപ്സ് ഒന്ന് പറഞ്ഞു തരാം. സഹോദരി എന്നൊന്നും പറയണ്ട, എന്നെ തങ്കച്ചി അങ്ങ് വിളിച്ചാ മതി. തങ്കച്ചി എന്നാണോ പേര്? തങ്കച്ചി. ഞാൻ ഈ മുഖത്ത് ഭാവം വരുന്ന കുറച്ച് ഐഡിയാസ് ഞാൻ പറഞ്ഞു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ രാത്രി മോളിപ്പം എങ്ങനെയാണ് റൂമിലേക്ക് കയറിച്ചത്? അപ്പൊ എങ്ങനെ കണ്ട കണ്ട ശൃംഗാരം, ശൃംഗാരം, ഇതാണ് ശൃംഗാരം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഭർത്താവ് കട്ടിലില്ല, പകരം അമ്മായി അമ്മ അവിടെ ഇരിക്കുന്നു. എന്ത് ചെയ്യും? ഭീവത്സം. ഇതാണ് ഭീവത്സം. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അമ്മായിച്ചൻ പുറത്തു നിൽക്കുന്നു. നമ്മൾ എങ്ങനെ ചെയ്യും? കണ്ട കരുണം. ഇങ്ങനെയുള്ള കുറെ ഭാവങ്ങൾ നമുക്ക് വരണം. ഇതാണ് ഫോട്ടോയിൽ വേണ്ടത്. അല്ലിപ്പം ഞാൻ അങ്ങനെ ഇന്ന് എടുത്താ മതിയോ? അങ്ങനെ ഒന്ന് ചിൽ ഡൗൺ, ചിൻ ഡൗൺ. പെഡലിംഗ് താത്തില്ല, ചിൻ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ ഡൗൺ. അവിടെ നോക്കണ. അയ്യോ, ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, അവിടെ നമ്മുടെ ആൾക്കാർ നിൽപ്പുണ്ട്, ഒന്ന് ചെല്ലാം അങ്ങോട്ട്. എന്തിനാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നേ? നിങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങളിൽ എത്തിക്കണ്ടേ? എനിക്ക് വേണ്ട, എനിക്ക് അന്ന് ചെയ്യണ്ട. വേണ്ട 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 വേണ്ട, എന്നെ തൊടരുത്, ഞാൻ വിട്ടു. ഓക്കെ, ചെല്ല്. എല്ലാ കാര്യവും വേണ്ടായിരുന്നു. ഇതൊന്നും അങ്ങനെയൊന്നും പറയല്ലേ. ഇതെങ്ങനെ ശരിയാവണത്? നമ്മളിത് സമൂഹത്തിൽ എത്തിക്കുക. ഹലോ, എന്തേ? എന്താ എന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു? ഇത് ഭാര്യ, തന്റെ ഭാര്യ ഭാര്യ വീടാണോ ഇത്? എന്റെ വീട്ടിൽ പോയി നോക്കണോ? ഭാര്യ നോക്കണമെങ്കിൽ എന്റെ ഭാര്യ റെയിൽവേ സ്റ്റേഷനോട് നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പായും ഉണ്ട്, ഒരു QR കോഡും ഉണ്ട്. ആളെ കണ്ടില്ല, താൻ വിളിച്ചിട്ട് വന്നാണ് അവിടുത്തെ കടക്കാരൻ പറയുന്നത്. അതെ, എന്നാ സംഭവം എന്നറിയാവോ? നമ്മള് ഈ തെരുവിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ സഹോദരി സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങളിലേക്ക് എത്തിക്കാം. മേക്ക് ഓവർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അതെ, 2 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്തു തരാം. എന്നിട്ട് അത് ചെയ്തിട്ട് എന്ത് ചെയ്യും നിങ്ങൾ? ഒന്നുമില്ല, ഒരു സ്നാപ്സ് എടുത്ത് അങ്ങ് വിട്ടേക്കും. താൻ എന്ത് വൃത്തിയോടോ പറയണത്? എന്തെല്ലാം ഞാൻ കേട്ടിരിക്കണം. കണ്ണു കുത്തിയെടുക്കണം, കിഡ്നി എടുക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സ്നാപ്പ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ? പിക്ചർ എടുക്കൂലേ? അവൻ ലിക്കർ ആര് കൊണ്ടുവരും? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു പിക്ചർ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അങ്ങ് വിട്ടേക്കും, അല്ലാണ്ട് വേറെ സംഭവം അല്ല. മനസ്സിലായോ? ആ ഫോട്ടോ എടുത്തിട്ട് വിട്ട ഒരു എല്ലും കഷ്ണങ്ങൾ എനിക്ക് തന്നേക്കണം. അതിനാണ് എനിക്ക് കൊണ്ടുപോകണം, ബലിയിടണേട്ടാ. തനിക്ക് അങ്ങനെ എടുക്കുന്നത് തന്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ പാടില്ലടൂ. എന്റെ ഭാര്യ ഇല്ലല്ലോ. ഇതിപ്പോ നമ്മൾ റെഡിയാക്കി ഉടനെ അങ്ങ് വിട്ടു. എനിക്ക് എന്തായാലും എന്റെ ഭാര്യ വേണം. അവിടെ പാട്ട് പാടിയിട്ട് വേണം, എനിക്ക് കാശ് വേണ്ടതാണ്. എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ അവിടെ തെരുവിൽ നിന്ന് പാടുമ്പോ നിങ്ങൾ ഇതോടെ പോയിരുന്നു? എനിക്ക് പണിക്ക് പോണ്ടേ? എന്ത് പണി? എനിക്ക് സ്വർണം തൂക്കല്. സ്വർണം തൂക്കല്? എന്ത് പണി? ആരെങ്കിലും കഴിച്ച സ്വർണം കണ്ടു കഴിഞ്ഞാൽ തൂക്കി എടുക്കുക, കൊണ്ടുപോയിക്കുക. ഇതാണ് എന്റെ പരിപാടി. മോക്ഷണം. അതിന് പോലീസുകാരൊക്കെ അങ്ങനെ പലതും പറയാം. അത് നമ്മൾ വിട്ടുകളാ. ഞങ്ങൾക്ക് നിങ്ങൾ വിട്. ഒരു കാര്യം ഞാൻ പറയാം, 10 മിനിറ്റിനുള്ളിൽ എന്റെ ഭാര്യ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കടയുടെ മുന്നിൽ തൂങ്ങും. സഹോദര, അബദ്ധമൊന്നും കാണിക്കല്ലേ. നമ്മുടെ കടയുടെ വാക്കിയ തൂങ്ങി കിടന്നിട്ട് ഇനി പോലീസ് കേസായി അതാ ഇതായൊക്കെ. അതല്ലെന്ന്, കടയുടെ മുന്നിൽ ഞാൻ തൂങ്ങും.
ഉറങ്ങും എന്നാ പറഞ്ഞത്. അവള് വന്നവരെ പറഞ്ഞു തൂങ്ങും. ആ നിങ്ങളുടെ ഭാര്യ ഉറപ്പാണെങ്കിൽ ഞാൻ വന്നിരിക്കും. അതിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ ഇതെന്താ ഈ കാണണേ? ഇത് കണ്ടു. അടിപൊളിയായി, എന്തോന്ന്? സൂപ്പറായി, എന്തുവാന്ന്? അടിപൊളിയായിരുന്നു. ആരാന്ന്? അല്ല ഇത് പഴയ തങ്കച്ചി അല്ല, പൊന്നിച്ചിയാണ്. പൊന്നിച്ചി പൊന്നിച്ചി? പൊന്നിച്ചി അല്ല, പൊന്നിച്ചി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഈ കാണിച്ചേക്കുന്നേ? ഇത് നോക്ക്. അയ്യോ ഇതാരാ? ഇതാ അയ്യോ, ഇതാരാ? തങ്കച്ചി. ഇത് കാണിച്ച്. തങ്കച്ചി. അയ്യോ ഇതാരാ? അയ്യോ ഇതാരാ? ഞാനെന്ത് ചെയ്യും? എന്നെത്താണോ? എടി ഇതെന്തുവാ ഇത്? എടി എന്നെത്താണോ? തങ്കച്ചിയാണ്. ഇത് തങ്കച്ചിയല്ലേ? അയ്യോ, അയ്യോ, ഇതാരാ? സംശയമുണ്ട്, നിങ്ങളുടെ ഭർത്താവില്ല അവിടെ കിടപ്പുണ്ട്. അവൻ തൂങ്ങാൻ പോയവനെ കേറുവാടാ. ഞാനായിട്ടിന് ഒരു പ്രശ്നമില്ല. എന്റെ ഭാര്യ വന്നാ എന്ത് കാരണം നിങ്ങളുടെ ഭാര്യ ഒന്ന് പോടോ. ഞാൻ സ്വർണ്ണ കേസിനൊക്കെ അകത്ത് പോയി കിടന്നിട്ടുണ്ട്. എന്ന് പറയാം പെണ്ണ് കേസിന് ഞാൻ എന്നെ കിട്ടിയല്ല ഇനി. ആഹാ എന്റെ ഭാര്യനെ വിളിയിടോ. ഇതാടോ തന്റെ ഭാര്യ. ഇതൊന്നുമല്ല എന്റെ ഭാര്യനെ കുന്നി കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും കേട്ടാ. നീ അങ്ങോട്ട് വിട്ടേക്കണ. നീ ഓണെന്ന് പറഞ്ഞു. परदेसी जाना नहीं, तू जाना नहीं, मुझे छोड़ दे. കുളിരും പൂങ്കിണാവുമായി തൂറേ വന്നു സസികല. അല്ല ഞാനല്ല ഇത്. ഇവനെന്തൊക്കെയാണ് എന്നെ കാണിച്ചേക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു സത്യത്തിൽ എന്റെ മേക്ക് ഓവർ? 10-20 വർഷമായിട്ട് ഞാൻ കുളിക്കാതെ നിറയ്ക്കാതെ ഉണ്ടാക്കി വെച്ച എന്റെ എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞല്ലോടാ. ഇത് ഞാൻ എങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിരുന്ന് പാട്ട് പാടി ജീവിക്കുന്നത്? ഒരു ദിവസം 10-30,000 രൂപ സമ്പാദിക്കുന്നവളാടാ ഞാൻ ഇനി എത്ര നാള് ചെയ്യണോടാ അങ്ങനൊക്കെ ആയി വരാന്? എന്റെ ജീവിതം നീ കുളം തോണ്ടിയില്ലേ? എന്റെ കഞ്ഞി നീ പാറ്റിയിട്ടില്ലേ? ഇതാണോടാ നിന്റെ മേക്ക് ഓവർ? എടാ നീ ഞങ്ങളോട് രണ്ടുപേരുടെ കാണിച്ചെന്നാ മഹാദ്രോഹമാടാ മേക്ക് ഓവർ. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.